സുഭാഷ് ബാബു ഇവിടെ ഇവിടെ നമ്മുടെ അന്ന് ഈ കോടതിയിൽ കൊടുത്ത ഇടക്കാല റിപ്പോർട്ടും ഒക്കെ ഞാൻ മൊത്തം വായിച്ചാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊടിമരത്തിൽ സ്വർണം പൂശുമ്പോൾ താഴെ മണ്ണിൽ വീണ സ്വർണ്ണത്തരികൾ ഈ കുറുപ്പ് സാറ് നേതൃത്വം നൽകി മണ്ണിൽ നരിച്ചെടുത്ത ആ സ്വർണം കൂടി രേഖയിലേക്ക് ഉൾപ്പെടുത്തിയ കാര്യവും 3,20,00,000-ൽ 13 ലക്ഷം മിച്ചം പിടിച്ച് അത് 10 ലക്ഷം ദേവസ്വം ബോർഡ് കൊടുക്കുകയും 3 ലക്ഷം രൂപ പൂജയ്ക്ക് വേണ്ടി വേണം എന്ന് ശുപാർശ നടത്തുകയും ചെയ്യുകയും ഹൈക്കോടതിയും ഈ കുറുപ്പ് സാറിന് എത്ര രൂപ വേണമെന്ന് ചോദിക്കുമ്പോൾ ഇതെനിക്ക് അയ്യപ്പൻ്റെ സമർപ്പണം ഞാൻ ചെയ്യുന്നതാണ്, പണം വേണ്ട എന്ന് പറയുന്ന അടക്കമുള്ള കാര്യങ്ങൾ വളരെ അഭിനന്ദനാർഹമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഡിവിഷൻ ബെഞ്ച് അത് പാസ്സാക്കുന്നത്. അതിൽ മണിയുടെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: ദ 2 bells removed from the Sannidhanam was repaired and the same had to be installed at Maligappuram and Pamba. In my pursuit to find out 2 sponsors for this purpose, by the grace of God, I got 2 persons, Mr. Mohandas, who is the proprietor of South Park Hotel at Trivandrum. എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഏത് രീതിയിലാണ് അദ്ദേഹം ഇതിന് പണം കണ്ടെത്താൻ നോക്കിയതെന്നും അതിലേത് രീതിയിലാണ് ഈ മണികൾ അറ്റകുറ്റപ്പണി നടത്തിയതെന്നും ഏത് രീതിയിലാണ് അത് തിരികെ സ്ഥാപിച്ചതെന്നും വളരെ വിശദമായി തന്നെ എഴുതുന്നുണ്ട്. പോറ്റിയെ ഏൽപ്പിച്ച കാര്യമോ സ്വർണം പൂശിയ കാര്യമോ ഒന്നും ആ റിപ്പോർട്ടിൽ ആരും എവിടെയും പറയുന്നില്ല. ഇത് പോറ്റിയെ ഏൽപ്പിച്ചു എന്നുള്ള സത്യമാണെന്ന് ആർക്കറിയാം. അപ്പോൾ അങ്ങനെ 2019 നടന്ന മാരകമായൊരു ക്ഷേത്രക്കൊള്ള എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കെ അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക എന്നൊരു ബാലൻസിങ് ആരും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ സുഭാഷ് ബാബു? അല്ലാതെ ഇപ്പോൾ SIT കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് വിജിലൻസിൻ്റെ ഒരു ത്വരിത അന്വേഷണം നടത്തുകയും ആ ത്വരിത അന്വേഷണത്തിൽ പ്രതിപാദ്യ വിഷയമായിട്ട് ഇന്ന് പറഞ്ഞു കണ്ടത്, അതായത് അന്ന് ഈ കൊടിമരത്തിൻ്റെ വാജിവാഹനം നിർമ്മാണം സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ അത് മാറ്റുന്നത് സംബന്ധിച്ചിട്ട് കുറേ അധികം പണം സ്പോൺസറായിട്ട് കൊടുത്തു. അത് മുഴുവൻ അഡ്വക്കേറ്റ് കമ്മീഷണർ പറയുന്നത്, അഡ്വക്കേറ്റ് കമ്മീഷണർ പറഞ്ഞാൽ കോടതിയുടെ ഉദ്യോഗസ്ഥൻ തന്നെയാണ്, അദ്ദേഹത്തിനെ നമ്മൾ പുറത്തെ ഒരാളായിട്ട് കാണാൻ പാടില്ല എന്നാണ് നിയമം തന്നെ പറയുന്നത്. അദ്ദേഹം അത് സവിസ്തരം റിപ്പോർട്ട് കൊടുത്തു, കോടതി ബോധ്യപ്പെടുത്തു, കോടതി അംഗീകരിച്ചത് കൊണ്ട് അത് ആ പ്രശ്നം അതോടുകൂടി അവസാനിച്ച് അതിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമത് പുനരന്വേഷണത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. അത് അന്വേഷിക്കണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് സ്വർണം പല ആളുകളിൽ നിന്ന് സമാഹരിച്ചതായിട്ട് പറയുന്നു. അത് SIT ആണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ സമാഹരിച്ചതായിട്ട് പറയുന്നുണ്ട്. അത് ദേവസ്വം വിജിലൻസും അങ്ങനെ ഒരു പരാമർശം അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് വ്യക്തമായ കണക്കുകൾ അവിടെ സൂക്ഷിച്ചിട്ടില്ല. അവിടെ സ്റ്റോക്ക് രജിസ്റ്ററോ മറ്റെല്ലാം ഉൾപ്പെടുത്താതെ കുറേ സ്വർണം അതേമാതിരി ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ സാഹചര്യത്തിലാണ് അന്വേഷണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ വകമാറ്റി ആ സ്വർണം മറ്റാരുടെയെങ്കിലും സൗകര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് വിജിലൻസ് അന്വേഷണം പറഞ്ഞിരിക്കുന്നത്. അത് അന്വേഷിക്കുന്നത് തെറ്റൊന്നുമില്ല. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ വ്യക്തികൾ ആരാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് വരും. പക്ഷേ ആ നേരത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നിരിക്കുന്ന എല്ലാ സ്പോൺസർമാരുടെയിൽ നിന്നും പണം വാങ്ങിയതും അതിനു വേണ്ടിയിട്ടുള്ള സൂപ്പർവിഷനും മോണിറ്ററിങ് നടത്തിയത് അഡ്വക്കേറ്റ് കമ്മീഷണറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ചെയ്തത്. അതിനകത്ത് പണം ബാക്കി വെക്കാൻ ഞാൻ ഇന്ന ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് കോടതി അംഗീകരിച്ചത്. കാരണം കോടതി അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്തതായിരിക്കുമെന്ന് ഞാൻ ഇപ്പം ബലമായി വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ സ്വർണം അതിൻ്റെ പുറത്ത് ആരെങ്കിലും സ്വീകരിച്ചു എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുന്ന രീതിയിലൊരു റിപ്പോർട്ട് അവിടെ എത്തി ദേവസ്വം വിജിലൻസിൻ്റെ അവിടെ നിന്നും അതുപോലെ SIയുടെ ഭാഗത്ത് നിന്ന് ഡിവിഷൻ ബെഞ്ചിലേക്ക് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് അന്വേഷിക്കാൻ പറയുന്നത്. ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു പ്രത്യേക കേസെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. കേസെടുക്കട്ടെ, അന്വേഷണം മുന്നോട്ട് പോകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ദ്വാരപാലകരും അല്ലെങ്കിൽ കട്ടിളപ്പടികളും അല്ലെങ്കിൽ വാതിൽപ്പാളികളും അതിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ദ്വാരപാലകരെ കൊണ്ടുപോയതിനെ സംബന്ധിച്ചുമായിട്ട് ബന്ധം വരുന്നതല്ല. അത് പ്രത്യേക ഒരു സംഭവമാണ്. അതാണല്ലോ പ്രത്യേകം. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള തിരിമറി നടന്നിട്ടുണ്ട് അതിന് പ്രത്യേകം കേസെടുത്ത് അന്വേഷിക്കാനാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ വരുന്നതിന് ശേഷം അതിന് വേണമെങ്കിൽ കേസെടുക്കാൻ പറഞ്ഞു. അതെടുക്കട്ടെ, പോട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ശബരിമലയിലെ കൊള്ള സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതേ സംബന്ധിച്ച് അല്ലെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞാൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, മിസ്അപ്രോപ്രിയേഷൻ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ് തീർച്ചയായിട്ടും അതിനകത്ത് വരുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ അതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെ സംരക്ഷകരെ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരെ അല്ലെ നോട്ടക്കാരായിരിക്കുന്ന ആളുകളുടെ അനുവാദത്തോടും അവരുടെ ഒത്താശയോടും അവരുടെ ഗൂഢാലോചനയോടും കൂടി അവരുടെ താല്പര്യപ്രകാരമാണ് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. ഈ പുറത്തേക്ക് കൊണ്ടുപോയതിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണ് ഇവർ കൊടുത്തയക്കുന്നത്.
ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നത് ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന 2 ആളുകളാണ് ഇതുമായിട്ട് സ്വർണം ക്രയവിക്രയം ചെയ്യുന്നതിനോ മാറ്റുന്നതിനോ ഒരുക്കുന്നതിനോ ഒക്കെ അവരെ സഹായിച്ചു എന്ന് പറയും. അതുപോലെ ഹൈദരാബാദിലൊരു ഗ്രൂപ്പുണ്ട്, അതാരാന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. അവിടെ കൊണ്ടുവന്ന് വെച്ച് വേറെ പുതിയ പാളി ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അത് പിന്നീടൊന്നും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ പോറ്റിയെ ഇതിനു വേണ്ടി സഹായിച്ചതായിട്ട് വരുന്ന അനന്ത സുബ്രഹ്മണ്യനുണ്ട്, അതുപോലെ നാഗേഷ്, കൽപേഷ്, അങ്ങനെ പറയുന്ന പിന്നെ വാസുദേവൻ എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. ഇവരെയൊക്കെ SIT ചോദ്യം ചെയ്തു. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്രയും ആളുകളും ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്വർണത്തിൻ്റെ എല്ലാ യാത്രയും കൈമാറ്റവും എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയോ ഒളിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈമാറിയിട്ടുണ്ടോ ഇവരിൽ കൂടാണ് ചെയ്യുന്നത്. ഇവരിൽ നിന്ന് ഈ സ്വർണം പോയ വഴി എവിടാണ്, ആരുടെ അടുത്ത് എത്തി, ഏത് ഭാഗത്ത് നിൽക്കുന്നു, എങ്ങനെ വിറ്റോ വിറ്റില്ലയോ, ബാക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. ആ കണ്ടുപിടിക്കാനുള്ള സമയം ധാരാളത്തിലധികം കിട്ടി. ആ കിട്ടിയിട്ടും ഇതുവരെ അതേ സംബന്ധിച്ചൊരു ഒരു വ്യക്തത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വരുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചുള്ള പൊതുവിൽ ഈ അന്വേഷണത്തിനകത്ത് വരുന്ന ഒരു വലിയ അഭിപ്രായ വ്യത്യാസം ഇതാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്ന് ന്യായമായും ആളുകൾ സംശയിക്കുന്നത് തെറ്റല്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് അവരോട് മാത്രമേ പറ്റുള്ളൂ, അവരിൽ മാത്രമേ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളൂ. ആ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിനൊരു വ്യക്തത ഉണ്ടാക്കാൻ ഏതാണ്ടിപ്പം 120 ദിവസത്തിൽ കൂടുതലായിരിക്കുന്നു. അതിനുള്ളിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, കേസെടുത്തതിന് ശേഷം സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചോളം പുതിയ കേസ് വന്നത് പുതിയ സംഭവങ്ങൾ, അതായത് 2017 സംഭവത്തിനെ സംബന്ധിച്ചാണ്. അത് വ്യക്തമായിട്ട് ഹൈക്കോടതി ഇപ്പം നിർദ്ദേശം ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സംഭവത്തെ പറ്റിയല്ല, ആ സംഭവത്തിനകത്തിൽ വന്നിരിക്കുന്ന അധികരിച്ച സ്വർണ്ണ സമാഹരണവും അത് അക്കൗണ്ട് ചെയ്യാതെ അത് ഏതെങ്കിലും രീതിയിൽ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ എന്നും, അതായത് അധികാര ദുർവിനിയോഗത്തിൻ്റെ ഭാഗമായിട്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. അത് പരിശോധിക്കണം. പരിശോധിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനകത്ത് വ്യക്തത വരട്ടെ. വ്യക്തത വരുന്നതിന് ശേഷം എന്തായാലും പക്ഷേ 2017 ഗ്രാം അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 ഡേറ്റുകളിൽ കിട്ടിയ സ്വർണ്ണം അതിൽ എഴുതുന്നുണ്ട്. ബാക്കി ഡേറ്റുകൾ കിട്ടിയ സ്വർണ്ണം മാസത്തിൽ എഴുതിയ അതിൽ സ്വർണ്ണം എഴുതുന്നുണ്ട്. അതിൽ രസീത് കൊടുത്തിട്ടില്ല എന്നൊരു പ്രധാന കാര്യം പറയുന്നുണ്ട്. രസീത് കൊടുക്കാത്തതിന് അടക്കമുള്ള കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഉത്തരം കിട്ടുന്നുണ്ട്. അത് ഈ പറഞ്ഞ വിജിലൻസ് പരിശോധിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.